ഹായ് ഗായ്സ്, ഇന്നൊരു വാട്ടായി കുക്കിനിടെ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഉസ്താമാർക്ക് ചിലവുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ തന്നെ കണ്ണ് വെച്ച പത്തിരിയാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് പാത്രത്തിൽ. അപ്പം ഉസ്താമാർക്ക് ചിലവുള്ള ദിവസം വീട്ടിൽ എന്തൊക്കെയാണ് കുക്കാക്കിയിട്ടുള്ളത് കാണാം. ഇവിടെ ഒരു പാത്രത്തിൽ പാല് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പത്തിരിയൊക്കെ സെറ്റായിട്ടുണ്ട്. കൂടെ ബീഫ് കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ചായ ഫ്ലാസ്കിലേക്ക് ഒഴിക്കുകയാണ്. പാൽച്ചായാണ് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പാത്രത്തിൽ ഫുഡൊക്കെ സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു പാത്രം ആയതുകൊണ്ട് നമുക്കതിൽ ഫുഡൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. 3 പാത്രത്തിലായിട്ടാണ് പത്തിരി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു പാത്രത്തിൽ കറിയും അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്കും രാത്രിയും ഫുഡ് കഴിക്കാൻ ഉസ്താമാർ വീട്ടിലേക്കാണ് വരിക. അപ്പോൾ രാവിലെ മാത്രമേ ഫുഡ് അങ്ങോട്ടേക്ക് കൊടുത്തയക്കേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം പാത്രത്തിൽ സെറ്റാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഒരു 11 മണിയായപ്പോൾ ചെറുകടിയായിട്ട് ബ്രെഡ് വാട്ടിയതാണ് സെറ്റാക്കിയിട്ടുള്ളത്. കൂടെ കട്ടൻ ചായയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം വേഗം തന്നെ രണ്ടും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതും പള്ളിയിലേക്കാണ് കൊടുക്കുന്നത്. ഉച്ചക്കാണ് അവർ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. ഇത് അവർക്ക് മാത്രം ഉണ്ടാക്കിയതല്ല, ഞങ്ങൾക്ക് കൂടി കഴിക്കാനായിട്ട് സെറ്റാക്കിയിട്ടുള്ളതാണ്. ഉച്ചയ്ക്ക് നാടൻ ചോറായിരുന്നു. സാദാ ചോറും കൂടെ മീൻകറിയും ക്യാബേജ് തോരനും അതുപോലെ മീൻ പൊരിച്ചതാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് അവർ വീട്ടിലേക്ക് വന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ഞാൻ ബനാന കേക്കാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ പാത്രത്തിൽ സെറ്റാക്കിയിട്ട് കൊടുത്തയക്കുന്നുണ്ട്. കൂടെ ചായ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ ഇതുവരെ നോർമൽ ഫുഡല്ലേ കൊടുത്തത്. അപ്പോൾ കുറച്ചൊരു ഹെവി ഫുഡ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നെയ്ച്ചോറാണ് രാത്രിയിലേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടെ കടുമാങ്ങയും ചിക്കൻ മുളകിട്ടതും കൂടെ ചമ്മന്തിയും പപ്പടവുമാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാട്ടായി കുക്കിൻ്റെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.